ബി.ജെ.പി. നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്ത കേസ് അനുസരിച്ചാണ് ഇ.ഡി. വിഷയം ഏറ്റെടുത്തത്. പൊതുപണം നഷ്ടപ്പെട്ടു എന്നോ പുറമെ ആരെയെങ്കിലും വഞ്ചിച്ചു എന്നോ ആയിരുന്നില്ല കേസ്. കോൺഗ്രസ് പാർട്ടിയെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് പറ്റിച്ചു എന്നായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതി. കോൺഗ്രസ് 90 കോടി രൂപ പല ഘട്ടങ്ങളിലായി പത്രത്തിന് നൽകിയിരുന്നു. എന്നാൽ കോൺഗ്രസിന് 50 ലക്ഷം രൂപ മാത്രം നൽകിയാണ് യങ് ഇന്ത്യ ലിമിറ്റഡ് ആസ്തികൾ ഏറ്റെടുത്തത് എന്നാണ് പരാതി. കോൺഗ്രസിന് ലഭിച്ച സംഭാവനകളിൽ നിന്നുള്ള പണം ആയതിനാൽ അത് പൊതുപണം ആണെന്നായിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാദം. കേസിൽ വിചാരണ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഹൈക്കോടതിയും കേസുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകി. സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനാണ് ട്രസ്റ്റിലേക്ക് മാറ്റിയത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലാകുന്നതോടെ വിൽക്കാനോ ഓഹരി വാങ്ങിക്കൂട്ടാനോ സാധിക്കാതെ വരുമെന്നും പാർട്ടി വിശദീകരിക്കുന്നു.